മക്കളെ, നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആദ്യം അവർ പറഞ്ഞിരുന്നു 27-ാം തീയതി രാവിലെ 10 മണിക്കേ വരുള്ളൂ, അല്ലെങ്കിൽ അതിന് ശേഷമേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലും 26-ാം തീയതി തന്നെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം ഡേറ്റ് ഒക്കെ അവർ ഡിക്ലെയർ ചെയ്തിരുന്നു നേരത്തെ തന്നെ. മെയ് 3-ാം തീയതി 2 മണി തുടങ്ങി 5 മണി വരെയുള്ള സമയത്താണ് എക്സാം നടക്കുക. ഇനി അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന 26-ാം തീയതി തുടങ്ങി അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടും. NEET.NIC.in എന്നുള്ള സൈറ്റിലൂടെയാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുക്കേണ്ടത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി NEET.NDA.NIC.in എന്നുള്ള സൈറ്റിൽ കയറുക. ഈ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കിയാൽ അഡ്മിറ്റ് കാർഡ് ഫോർ നീറ്റ് UG എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കാനുള്ളൊരു സ്പേസ് വരും. അതിനുശേഷം ഈ സെക്യൂരിറ്റി പിൻ കൂടി കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനൊരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി അഡ്മിറ്റ് കാർഡ് ഇതിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡിന് 3 പേജാണുള്ളത്. അതിൽ ആദ്യത്തെ 2 പേജ് നിങ്ങൾ എന്തായാലും എക്സാമിന് കൊണ്ടുപോകണം. അതും ഫസ്റ്റ് പേജ് കളറായിരിക്കുന്നത് നന്നായിരിക്കും. സെക്കൻഡ് പേജ് കളറാവണമെന്നില്ല, കാരണം സെക്കൻഡ് പേജിൽ പ്രത്യേകിച്ച് കളറായിട്ടൊന്നും വരാനില്ല. ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് വരുന്നത് കൊണ്ട് കളർ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഫസ്റ്റ് പേജ് കളർ എടുക്കുക, സെക്കൻഡ് പേജ് നോർമൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, തേർഡ് പേജ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചേക്കുക. പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിർബന്ധമായിട്ട് ഇതിൻ്റെ ഒരു കോപ്പി വേണമെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ കോപ്പി വീട്ടിൽ സൂക്ഷിച്ചിട്ടേ ഒരു കോപ്പി നിങ്ങൾ എക്സാം ഹോളിൽ കൊടുത്തിട്ട് വരും. രണ്ടാമത്തെ കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജ് നോക്കുക. ഫസ്റ്റ് പേജിൻ്റെ തുടക്കത്തിൽ കുട്ടിയുടെ റോൾ നമ്പറുണ്ട്, കുട്ടിയുടെ പേര്, ജെൻഡർ, കാറ്റഗറി, ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണോ, ഏത് ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചിട്ടുണ്ട്. ആധാർ ഉപയോഗിച്ചിട്ടാണ്. ഈ ഡോക്യുമെൻ്റ് ഇവിടെ നിങ്ങൾ ഏത് ഡോക്യുമെൻ്റ് കാണിച്ചോ ആ ഡോക്യുമെൻ്റാണ് എക്സാമിന് കൊണ്ടുപോകേണ്ടത്. ഈ ആധാർ കാർഡുള്ള കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ട് ആധാർ കൊണ്ടുപോകണം. ഇതല്ലാതെ ആധാർ അല്ലാതെ മറ്റേതെങ്കിലും ഡോക്യുമെൻ്റ് വെച്ചിട്ടാണെങ്കിൽ ആ 2 ഡോക്യുമെൻ്റ്, ഇപ്പോൾ സപ്പോസ് പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പാസ്പോർട്ടും ആധാറും കൊണ്ടുപോവുക. ആധാർ ആണെങ്കിൽ ആധാറും മാത്രം കൊണ്ടുപോവുക. ഇനി ആധാർ എടുക്കാത്ത കുട്ടികൾ റെയർലി അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഏതാണോ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ്, അതായത് രജിസ്ട്രേഷൻ സമയത്ത് കാണിച്ചിരിക്കുന്ന ഡോക്യുമെൻ്റ് അത് കൊണ്ടുപോകണം. ഇവിടെ കുട്ടിയുടെ ആപ്ലിക്കേഷൻ നമ്പറുണ്ട്, ഇവിടെ കുട്ടിയുടെ അച്ഛൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി ഒക്കെ ഉണ്ട്, സ്ക്രൈബ് സപ്പോർട്ട് ഉണ്ടോ അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു QR കോഡുമുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ഒരു ബാർ കോഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുട്ടിയുടെ ഫോട്ടോഗ്രാഫ് ഉണ്ട്, ആ ലൈവ് ഫോട്ടോ എടുത്തതുണ്ടാവും. ഇവിടെ കുട്ടിയുടെ സിഗ്നേച്ചർ ഉണ്ട്. ഈ സിഗ്നേച്ചറാണ് സ്പെസിമെൻ സിഗ്നേച്ചർ. ഇതാണ് നിങ്ങൾ അറ്റൻഡൻസ് ഷീറ്റിലൊക്കെ സൈൻ ചെയ്യേണ്ടത്. ഈ സൈൻ തന്നെ ഉപയോഗിക്കണം. ഇനി ആ ഫസ്റ്റ് പേജിൻ്റെ മിഡിൽ പോർഷനിലേക്ക് വന്നാൽ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇവിടെ ഇംഗ്ലീഷ്. ചിലർ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഉണ്ടാവും, ചിലർ ഇംഗ്ലീഷ് ഉണ്ടാവും. അത് അവിടെ കാണിച്ചിട്ടുണ്ടാവും. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 3/5. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം. 11 മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഇപ്പോൾ ആധാർ കാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ, ഫോട്ടോ മിസ്മാച്ച് വന്നവർ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ടും ഈ 11 മണിക്ക് എത്തുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ നിങ്ങൾ മതപരമായ ഡ്രസ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റോ മറ്റോ സംഭവിച്ചു, കൈയുടെ ഉള്ളിൽ മെറ്റൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ, അതായത് നിങ്ങളുടെ എൻട്രിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും എന്ന് തോന്നിയാൽ നിങ്ങൾ കൃത്യം 11 മണിക്ക് തന്നെ ഇവിടെ എത്തുക. അല്ലാത്തവർ 11, 11:30 അങ്ങനെ പ്രശ്നങ്ങളില്ല. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 1:30 ശേഷം, 11 1:30 ശേഷം ഇത് ഗേറ്റ് ക്ലോസിംഗ് ടൈമാണ്. ഇതിന് ശേഷം ഒരാളെയും കടത്തി വിടില്ല. 1:30 ലാസ്റ്റ് കുട്ടിയെ കയറ്റാൻ അനുവദിക്കുന്ന സമയം. അതുകൊണ്ട് അതിന് മുമ്പ് നിർബന്ധമായിട്ട്. അപ്പോൾ 11 തുടങ്ങി 1:30 വരെയുള്ള സമയമുണ്ട്. ഏറ്റവും സേഫ് ആ 11 മണിക്ക് തന്നെ അവിടെ ചെല്ലുക എന്നുള്ളതാണ്. ഓക്കെ. എക്സാമിനേഷൻ്റെ ടൈമിംഗ് കാണിച്ചു 2 to 5 ആണ്. 2 മണി തുടങ്ങി 5 മണി വരെ. ഇതിന് മുമ്പ് അറ്റൻഡൻസ് ഷീറ്റും അങ്ങനെയുള്ള ചില പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്, ഫ്രിസ്കിംഗ് പ്രോസസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ റിപ്പോർട്ടിംഗ് ടൈം ശ്രദ്ധിക്കുക. ഇനി ടെസ്റ്റ് സെൻറ്ററിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് സെൻറ്ററിൻ്റെ ഡീറ്റെയിൽ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റും ഉണ്ട്. ഇത് ഒരു ഫാക്ടറല്ല. ബാക്കിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടെയാണ് എന്നൊക്കെയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ സ്ഥലം മാറിപ്പോവരുത്. ചിലപ്പോൾ ഒരേ പേരിൽ 2 സ്കൂളുകൾ ഇപ്പോൾ ഉണ്ടാവാം. ഇപ്പോൾ റെയർ കേസുകളിലാണ്. ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ പേരിൽ മറ്റൊരു സ്കൂളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട. അതുകൊണ്ട് നേരത്തെ തന്നെ എക്സാം സെൻറ്റർ ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കണം. ഇനി അടുത്തത് ഈ പേജിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ തന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ കുട്ടിയുടെ പേരുണ്ട്, കുട്ടിയുടെ ഫുൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡിക്ലറേഷനാണ്. അപ്പോൾ ഈ ഡിക്ലറേഷൻ്റെ താഴെ ഇവിടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ കാൻഡിഡേറ്റിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇവിടെ കുട്ടിയുടെ ഇടത് കൈയുടെ തള്ളവിരലിൻ്റെ ഇംപ്രഷൻ എടുക്കണം. ഇത് രണ്ടും മീറ്റ് ചെയ്യണം. ഇത് രണ്ടും നിങ്ങൾ റെഡി ആക്കിയിട്ട് വേണം. ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവണം. ഇവിടെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ എടുത്തിട്ടുണ്ടാവണം. നിങ്ങൾ വീട്ടിൽ വെക്കുന്ന കോപ്പിയിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കൊണ്ടുപോകുന്ന കോപ്പിയിൽ മാത്രം ഫോട്ടോ പേസ്റ്റ് ചെയ്യുക, തമ്പ് എടുക്കുക.
ഇവിടെ സിഗ്നേച്ചർ ഇടാനുണ്ട്. ഇത് നിങ്ങൾ ഇടരുത്. ഇത് ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ എക്സാം ഹോളിൽ അവർ ഇടാൻ പറയുമ്പോഴേ ഇടാവൂ. അല്ലെങ്കിൽ അവിടെ സൈൻ ചെയ്യാതെ ഇത് ബ്ലാങ്ക് ആക്കി തന്നെ കൊണ്ടുപോകാം. അവർ നിങ്ങളോട് സൈൻ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ മേലെ നമ്മുടെ സ്പെസിമെൻ സിഗ്നേച്ചർ ഉണ്ട്, അതേപോലൊരു സൈൻ ഇവിടെ ഇടേണ്ടതുണ്ട്. അത് ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ് ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് പേജ്. ഇനി സെക്കൻഡ് പേജിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ചില കുട്ടികൾ പേരും സൈൻ അല്ലെങ്കിൽ ഡേറ്റും ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ അവിടെ പേരും ഡേറ്റും വെച്ചാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമല്ല. ഇനി നിങ്ങൾ അന്ന് അപ്ലോഡ് ചെയ്ത ഫോട്ടോ എങ്ങനെയാണോ ആ ഫോട്ടോ ആയിരിക്കണം. ഇപ്പോൾ അന്ന് നിങ്ങൾ ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, നിങ്ങൾ ഡേറ്റ് വെച്ച് തന്നെ വെച്ചോളൂ. അന്ന് ഡേറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ഡേറ്റ് ഇല്ലാത്ത ഫോട്ടോ ആയാലും കുഴപ്പമില്ല. പക്ഷേ നിർബന്ധമായിട്ടും നിങ്ങളന്ന് അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ആ ഫോട്ടോയുടെ പാസ്പോർട്ടാണ് വേണ്ടത്, ആ ഫോട്ടോയുടെ പോസ്റ്റ് കാർഡാണ് വേണ്ടത്. സെയിം ആയിരിക്കണം, വേറെ ഫോട്ടോ അല്ല. ഇനി ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ താഴേക്കുള്ള കോളമാണിത്. അതിൽ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വീണ്ടും ഉണ്ട്, കുട്ടിയുടെ റോൾ നമ്പറുണ്ട്, കുട്ടിയുടെ പേരുണ്ട്, അതേപോലെ എക്സാമിൻ്റെ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ നമ്പറുണ്ട്, കുട്ടിയുടെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേരും ഉണ്ടാവും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഇവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഇതും നിങ്ങൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കുട്ടി ഈ ഫോട്ടോയുടെ ലെഫ്റ്റ് സൈഡിൽ ചേർത്ത് ഇവിടെ സൈൻ ചെയ്യണം. അത് ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ്, ഇപ്പം ചെയ്യരുത്. അതുപോലെ ഇവിടെ ഇൻവിജിലേറ്ററും സൈൻ ചെയ്യും, ഫോട്ടോയെ ക്രോസ് ചെയ്തുകൊണ്ട്. ഈ രണ്ട് സിഗ്നേച്ചറും ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ്. അതായത് രണ്ട് സൈൻ, ഫ്രണ്ട് പേജിലെ സൈനും ഈ പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയെ ക്രോസ് ചെയ്തിട്ടുള്ള സൈനും ഒക്കെ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ്, അല്ലാതെ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോകരുത്. ഇനി ഇൻസ്ട്രക്ഷൻ ഫോർ കാൻഡിഡേറ്റ് നോക്കുക. നോ കാൻഡിഡേറ്റ് ഈസ് ടു പേസ്റ്റ് ദ ലേറ്റസ്റ്റ് കളേർഡ് the candidate is to paste the latest colored postcard size photo. ഇവിടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. Invigilator shall ensure that the photograph and signature on this page match with the photograph and signature of the candidate. ഫ്രണ്ട് പേജിൽ തന്നിരിക്കുന്ന ഫോട്ടോയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫോട്ടോ ആണോ, ഫ്രണ്ട് പേജിലെ സൈനുമായിട്ട് മാച്ച് ചെയ്യുന്ന സൈനാണോ എന്നൊക്കെ ഇൻവിജിലേറ്റർ ഇവിടെ ചെക്ക് ചെയ്യും. അത് കുട്ടി തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി. The candidate is to sign across a photograph on the left side. ഇത് സൈൻ ചെയ്യണം എപ്പോഴാണ്? ഇൻവിജിലേറ്ററുടെ പ്രസൻസിൽ, വീട്ടിൽ നിന്നല്ല. The invigilator should sign across a photograph of the candidate on the right side. കുട്ടിയുടെ ഫോട്ടോയുടെ റൈറ്റ് സൈഡിൽ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യും. It is mandatory for the candidate to bring this page of the admit card with the pasted photograph. ഈ പേജ് നിർബന്ധമാണ്. അപ്പോൾ രണ്ട് പേജും കൊണ്ടുപോകണം. If she or he does not bring this, then she or he will not be allowed to sit in the examination. ഈ പേജ്, അതായത് ആദ്യ പേജും സെക്കൻഡ് പേജും ഇല്ലാത്ത കുട്ടികളെ എക്സാമിന് ഇരുത്തില്ല. അത് ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ പേജ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻസ്ട്രക്ഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ കോമൺ ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും, അതായത് ഗേറ്റ് ക്ലോസിങ് കഴിഞ്ഞാൽ ഒരാളെ പോലും കടത്തിവിടില്ല, ഗേറ്റ് ക്ലോസിങ് കഴിഞ്ഞ് എക്സാം തുടങ്ങിയാൽ പിന്നെ ഒരു കുട്ടിയെ പോലും പുറത്തു വിടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ പേരൻസിനെ അങ്ങോട്ട് പെർമിറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള നോർമൽ എല്ലാ എക്സാമിനേഷൻ്റെയും പ്രൊസീജിയർ ആണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അഡ്മിറ്റ് കാർഡ് കൺസിസ്റ്റ് ഓഫ് 3 pages, 3 പേജാണ്. ഒന്ന് സെൻഡർ ഡീറ്റെയിലും സെൽഫ് ഡിക്ലറേഷനും ഒക്കെ വരുന്ന ഒന്നാമത്തെ പേജ്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വരുന്ന രണ്ടാമത്തെ പേജ്, ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ വരുന്ന മൂന്നാമത്തെ പേജ്. ഈ 3 പേജുണ്ട്. അതിൽ ഈ 3 പേജും ഡൗൺലോഡ് ചെയ്യണം. പക്ഷേ അതിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്ന ഈ ആദ്യത്തെ 2 പേജ് മാത്രമാണ്. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിയൊക്കെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. രണ്ടാമത്തേത്, നോ കാൻഡിഡേറ്റ് വുഡ് ബി അലൗഡ് ടു എൻ്റർ ദ എക്സാമിനേഷൻ സെൻറ്റർ വിത്തൗട്ട് അഡ്മിറ്റ് കാർഡ്. നിർബന്ധമായിട്ട് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം. ഒരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. ഈ വാലിഡ് ID പ്രൂഫ് മെയിൻലി അവർ ഉദ്ദേശിക്കുന്നത് ആധാർ കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ആധാർ കാർഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരുന്നു, ഫസ്റ്റ് പേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതാണ് നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിച്ച ഡോക്യുമെൻറ്റ്. ആ ഡോക്യുമെൻ്റാണ് കൊണ്ടുപോകേണ്ടത്. ഞാൻ പറഞ്ഞു, ആധാർ ആയിരിക്കും മജോറിറ്റി എല്ലാവരും, അവർ ആധാർ തന്നെ കൊണ്ടുപോകുക. ഇനി സപ്പോസ് പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ടും ആധാറും കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. കാരണം അവിടെ ആധാറിൻ്റെ കാര്യത്തിൽ സാധാരണഗതിയിൽ ഇൻവിജിലേഷനിൽ നിൽക്കുന്ന ഒരുപാട് പേര് ആധാർ കാർഡ് മസ്റ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങളോട് അത് ആവശ്യപ്പെടും. അപ്പോൾ ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആധാർ കാർഡ് കൊണ്ടുപോകുക. ഇനി ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾ ഏതാണോ നിങ്ങളുടെ അന്ന് കൊടുത്ത ഡോക്യുമെൻറ്റ് അത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ഒരു ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡ്രസ് കോഡ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഡ്രസ് കോഡിനെ കുറിച്ച് ഇപ്രാവശ്യം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഒരു സിമ്പിൾ ഡ്രസ്സ്, ഒരുപാട് ലെയറുകളുള്ള ഡ്രസ്സ് വേണ്ട, അല്ലെങ്കിൽ ഒരുപാട് പോക്കറ്റുള്ള ഡ്രസ്സ് വേണ്ട, മെറ്റൽ പാർട്ട് പാടില്ല, അതുപോലെ ഒരുപാട് ലൂസായി കിടക്കുന്ന, ഒരുപാട് ടൈറ്റായി, ഇതൊന്നും വേണ്ട. നോർമൽ ഡ്രസ്സ് ഉപയോഗിക്കാം. ഫുൾ കൈ ഉപയോഗിക്കാതിരിക്കുക, ഹാഫ് കൈ ഉപയോഗിക്കുക. അതുപോലെ ആഭരണങ്ങൾ ഒഴിവാക്കുക, വാച്ച് ഒഴിവാക്കുക, കയ്യിൽ ചരടുകളും മറ്റും ഒഴിവാക്കുക. അങ്ങനെ ഒരു നോർമൽ, അതായത് നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും ഒരു സാധനം ഒളിപ്പിച്ച് കടത്താൻ ഉള്ള സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ് പർപ്പസ്ഫുള്ളി അവർ പറയുന്നത്. ഓക്കെ. ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ ഹാളിലേക്ക് പെർമിറ്റ് ചെയ്യുക? ഒന്ന്, പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ. ഇതൊരു മാൻഡേറ്ററി ഒന്നുമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലാണ് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്നൊക്കെ തോന്നിയാൽ വേറെ ഒരാളോട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ഒന്നും പെർമിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ.
പിന്നെ അഡീഷണൽ ഫോട്ടോഗ്രാഫ് സെയിം ആസ് അപ്ലോഡഡ് ഇൻ ആപ്ലിക്കേഷൻ ഫോം ടു ബി പേസ്റ്റഡ് ഓൺ അറ്റൻഡൻസ് ഷീറ്റ്. അപ്പോൾ എത്ര ഫോട്ടോ വേണമെന്ന് നോക്കുക. ഫസ്റ്റ് പേജിൽ നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചു, ഒന്ന്. രണ്ടാമത് നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റൻഡൻസ് ഷീറ്റിൽ കൊണ്ടുപോകും. അപ്പോൾ 2 പാസ്പോർട്ടായി. ഇനി ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങൾ സെക്കൻഡ് പേജിൽ ഒട്ടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 ഫോട്ടോസ് ഉണ്ട് അവിടെ. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒന്ന് നിങ്ങൾ ഇതിൽ പേസ്റ്റ് ചെയ്തു, ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. ഒന്ന് പോസ്റ്റ് കാർഡാണ്, അത് സെക്കൻഡ് പേജിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫോട്ടോ വേണം. ദെൻ അഡ്മിറ്റ് കാർഡ് എലോങ് വിത്ത് സെൽഫ് ഡിക്ലറേഷൻ. അത് സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടിയുടെ പേരും ഒക്കെ കൊടുത്ത് താഴെ സൈൻ ചെയ്യുന്നൊരു സാധനമുണ്ട്. അതായത് ഫസ്റ്റ് പേജാണ് ഈ സെൽഫ് ഡിക്ലറേഷൻ ഉദ്ദേശിച്ചത്. പിന്നെ രണ്ടാമത്തെ പേജിൽ ആ ഫോട്ടോ പോസ്റ്റ് കാർഡ് പേസ്റ്റ് ചെയ്തിരിക്കുന്നതും. ഇപ്പോൾ ഈ 2 പേജും ചേർന്ന അഡ്മിറ്റ് കാർഡ്, അത് കളറാവുന്നതാണ് നല്ലത്. സെക്കൻഡ്, ഓക്കെ, 2 പേജും വേണം. ഇനി ബിഫോർ റീച്ചിങ് ദ സെൻറ്റർ ദ കാൻഡിഡേറ്റ് മസ്റ്റ് എൻ്റർ ദ റിക്വയർഡ് ഡീറ്റെയിൽ ഇൻ അണ്ടർടേക്കിംഗ്. അതായത് നിങ്ങളത് ഫില്ല് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു തമ്പ് ഇംപ്രഷൻ എടുക്കണം, ഫോട്ടോ ഒട്ടിക്കണം. ഓക്കെ, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുക. ഇനി കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു ബ്രിങ് ദ അപ്ഡേറ്റഡ് കോപ്പി ഓഫ് ദെയർ ആധാർ. ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ആധാറിൻ്റെ അപ്ഡേറ്റഡ് പ്രിൻ്റാണ് കൊണ്ടുപോകുന്നത്. പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനലാണ് കേട്ടോ, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ആധാർ കാർഡ് റീസെൻ്റ്ലി അല്ലെങ്കിൽ അടുത്ത കാലത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത്, കാരണം ഞാൻ അവരുടെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. 15 വയസ്സിന് മുമ്പ് എടുത്താണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ബയോമെട്രിക്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത ആധാർ, ഇല്ലെങ്കിൽ പഴയ ആധാറെങ്കിൽ പഴയ ആധാറും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഈ ആധാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എങ്ങനെയാണെങ്കിലും ഒരു ഒറിജിനൽ ആധാർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഓക്കെ, അതുപോലെ മറ്റ് എക്സാമ്പിളിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാങ്ക് പേപ്പർ ഷീറ്റ്സ് ഫോർ റഫ് വർക്ക് വിൽ നോട്ട് ബി പ്രൊവൈഡഡ്. സാധാരണ എല്ലാ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾക്കും പോയപ്പോൾ നിങ്ങൾക്ക് റഫ് വർക്കിനൊരു പേപ്പർ തരുമായിരുന്നു. ഇത് CBT അല്ല, ഇത് പെൻ ആൻഡ് പേപ്പർ മെത്തേഡ് ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് തരില്ല. പകരം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് ബ്ലാങ്ക് പേജിലാണ് റഫ് വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അഡീഷണൽ ഷീറ്റ് അല്ലെങ്കിൽ റഫ് വർക്കിന് വേറെ ഷീറ്റ് തരില്ല, മറ്റ് എക്സാമുകൾ പോലെ അല്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോ ബയോ ബ്രേക്സ് വിൽ ബി അലൗഡ് ഡ്യൂറിങ്. ബയോ ബ്രേക്ക് ഇല്ല എന്നല്ല, ഡ്യൂറിങ് ഫസ്റ്റ് 1 അവർ, ആദ്യ 1 മണിക്കൂർ നിങ്ങളെ ടോയ്ലറ്റിൽ പോകാൻ അനുവദിക്കില്ല. ലാസ്റ്റ് ഹാഫ് ആൻ അവർ, അതായത് ആദ്യത്തെ 1 മണിക്കൂറും അവസാനത്തെ അരമണിക്കൂറും നിങ്ങളെ ലാസ്റ്റ് ഹാഫ് ആൻ അവറും ഫസ്റ്റ് 1 അവറും നിങ്ങൾക്ക് ബയോ ബ്രേക്ക് ഉണ്ടാവില്ല. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിലും ബയോ ബ്രേക്ക് എടുക്കാം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. ഈ ബയോ ബ്രേക്ക് പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും ഈ ഫ്രിസ്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവും, ബയോമെട്രിക് എടുക്കും. അപ്പോൾ ആ സമയമൊക്കെ നിങ്ങളുടെ എക്സാമിലാണ് പോവുക. ഈ 3 മണിക്കൂറിൽ ഈ സമയം കുറയ്ക്കില്ല. 3 മണിക്കൂറിൽ തന്നെയാണ് ഇതൊക്കെ നടക്കേണ്ടത്. അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ തന്നെ സമയമായിരിക്കും പോവുക. അത് ശ്രദ്ധിക്കുക, അത് കെയർഫുൾ ആയിരിക്കണം. ഇനി അപ്പാർട്ട് ഫ്രം ദ ബയോമെട്രിക് അറ്റൻഡൻസ് ആൻഡ് ഫ്രിസ്കിംഗ് അറ്റ് എൻട്രി കാൻഡിഡേറ്റ്സ് മേ ബി ഫ്രിസ്ക്ഡ് അറ്റ് ബയോമെട്രിക് അറ്റൻഡൻസ്. അതായത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ബയോമെട്രിക് ഉണ്ടാവും. അതുകൊണ്ട് ആ സമയം പോവും, ശ്രദ്ധിക്കണം. ബ്രേക്ക് ഇല്ല എന്നല്ല, ബ്രേക്ക് ഉണ്ട്. പക്ഷേ ആ ബ്രേക്ക് എടുത്താൽ നിങ്ങളുടെ തന്നെ സമയത്തിൽ നടന്ന് കുറയുക, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട ഒന്നാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. ഈ അഡ്മിറ്റ് കാർഡ് കളറായിരിക്കുന്നതാണ് നല്ലത്. ആ അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് 2 പേജസ്, ആദ്യ 2 പേജസ്, ഇത് ഒരു കാര്യം. രണ്ടാമത്തേത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസാണ്. ഫോട്ടോ എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചാൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒന്ന് നിങ്ങൾ പേസ്റ്റ് ചെയ്തു, ഒന്ന് നിങ്ങൾ കയ്യിൽ കരുതുന്നുണ്ട്, ഒന്ന് ഇനിയൊരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. ഇത്രയും ഫോട്ടോ ഉണ്ടാവണം, അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം, പിന്നെ നിങ്ങളുടെ ID പ്രൂഫ് എന്ന് പറഞ്ഞാൽ പ്രിഫറബിളി ഏതാണ്? ആധാർ കാർഡ്. ഓക്കെ, ആധാർ കാർഡ് ഉണ്ടാവണം. പെന്ന് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുകയാണ്, അതുകൊണ്ട് പെന്ന് നിങ്ങളെ പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട സാധനങ്ങളിൽ ഈ അഡ്മിറ്റ് കാർഡും അതിൻ്റെ ഒപ്പം ഒരു വാലിഡ് ID പ്രൂഫിൻ്റെ ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ ഫോണിലെ സ്കാൻഡ് ഇമേജോ ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. ഒറിജിനൽ ആധാർ തന്നെ കൊണ്ടുപോകണം. പിന്നെ ഒരു ഫോട്ടോ നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പാസ്പോർട്ട്, ഒരു പോസ്റ്റ് കാർഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, കൂടാതെ ഒരു അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റൻഡൻസ് ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യാനും വേണം. ഇത്രയും സാധനം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റ് അപ്ഡേറ്റുകൾ എന്തെങ്കിലും വന്നാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.